ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ബേപ്പൂർ മണ്ഡലം യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന വിജ്ഞാനവേദിയിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. നല്ല ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും ആ വിഷയത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ് എന്ന് നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിളക്കമാർന്ന വ്യക്തിത്വം എന്ന വിഷയത്തിൽ ഈ വിജ്ഞാനവേദിയിൽ സംസാരം വികസിക്കുന്നത്. തിളക്കമാർന്ന വ്യക്തിത്വം എന്ന വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളതാണ്. മങ്ങിപ്പോകുന്ന വ്യക്തിത്വത്തിനപ്പുറത്ത് തിളക്കമാർന്ന ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ ഉണ്ടാകേണ്ടത് എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതുകൂടിയാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുക വഴി നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നതും അതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തികളാവാനുള്ള അഭിവാഞ്ച, ത്വര അവന്റെ സൃഷ്ടിപ്പിൽ, അവന്റെ അസ്തിത്വത്തിൽ തന്നെ അന്തർലീനമാണ്. ഇത് മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകതയുമാണ്. ഇതര ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത, ഇതര സൃഷ്ടിജാലങ്ങൾക്കൊന്നുമില്ലാത്ത വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ്. ഒരു ചന്തമാർന്ന, തിളക്കമാർന്ന, ക്വാളിറ്റിയുള്ള, സാധാരണയായി നമ്മൾ ഒരു ഗുഡ് പേഴ്സൺ, നല്ലൊരു വ്യക്തി, നല്ലൊരു വ്യക്തിത്വം, അവഗണിക്കാനാവാത്ത വ്യക്തിത്വം. നമ്മളിപ്പോൾ സാധാരണ ആളുകൾ ഫ്രോഡാണ് എന്നാണ് പറയാറുള്ള ഒരു സംഗതിയാണ്, മഹാമോശമാണ്. ചിലരെ സംബന്ധിച്ച് നമ്മൾ പറയും കാണാൻ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും നല്ല പെരുമാറ്റമാണ്. ചിലരെ സംബന്ധിച്ച് നമ്മൾ പറയും കാണാനൊക്കെ സുന്ദരനാണ്, പക്ഷെ വളരെ വൈകൃതമാർന്ന, ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അയാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബേപ്പൂർ മണ്ഡലത്തിന്റെ യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന വളരെ സമയബന്ധിതമായ, നമ്മൾ മുമ്പൊക്കെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഒന്നിച്ച് പ്രഭാഷണങ്ങൾ കേട്ടിരുന്ന ആളുകളാണ്. വൈകുന്നേരം മഗ്‌രിബാകുമ്പോൾ പള്ളിയിൽ വന്ന് അതിന്റെ തൊട്ടടുത്ത് ഏർപ്പാട് ചെയ്തിട്ടുള്ള പന്തലിൽ വന്നിരുന്ന് വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രഭാഷണം കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഇന്ന് മാഷാ അല്ലാഹ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ദൈർഘ്യമേറിയതല്ലാത്ത, എന്നാൽ കുറുക്കി കണ്ടൻസ് മാത്രം പറയുന്ന പ്രഭാഷണങ്ങളാണല്ലോ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളേറെ ശ്രദ്ധിക്കുന്നതും അതാണ്. ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സുകളിലേക്ക്, കാതുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഈ വിഷയം എത്തുന്നതിന്റെ കാതലായ വശവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിളക്കമാർന്ന വ്യക്തിത്വം. അപ്പൊ ഇസ്ലാമിക സമൂഹം എന്ന നിലയിൽ, വിശിഷ്യ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗം ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു തിളക്കമാർന്ന വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെടുക, അത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. ഞാനിപ്പം സാധാരണയായി നമ്മളിപ്പം മതങ്ങളെ വിലയിരുത്തുമ്പോൾ, ഹൈന്ദവ മതമായിരുന്നാലും ക്രൈസ്തവ മതമായിരുന്നാലും ഇനി ഇസ്ലാമായിരുന്നാലും ഇനി ജൂതമതമായിരുന്നാലും ഇതിനൊക്കെ എന്തുണ്ട്? ചില ഗ്രന്ഥങ്ങളുണ്ട് റീഡ് ചെയ്യാനും വായിക്കാനും പിന്തുടരാനും. ഇപ്പൊ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാണ് ബൈബിളിനെ വളരെ ബഹുമാനത്തോടെ ക്രൈസ്തവ ലോകം കാണുന്നത്. അപ്പൊ അതിന്റെ പേജുകൾ മറിക്കുമ്പോൾ അതിൽ മനുഷ്യൻ ഇങ്ങനെ പെരുമാറണം, ഇന്ന സ്വഭാവം ഉണ്ടാകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാമ്പത്തിക രംഗം ഇങ്ങനെയായിരിക്കണം, വിശ്വാസരംഗം ഇങ്ങനെയായിരിക്കണം, വേദത്തോടുള്ള സമീപനം ഇങ്ങനെയായിരിക്കണം, പ്രവാചകന്മാരുള്ള സമീപനം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ആ വേദത്തിൽ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്.
പക്ഷെ അതിലൊക്കെ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായ പല വാചകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ദൈവീക ഗ്രന്ഥം എന്ന് അത്തരം ഗ്രന്ഥങ്ങൾ പറയാൻ പറ്റില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഖുർആനിനോളം കിടയറ്റ ഒരു ധാർമ്മിക പദ്ധതി ലോകത്ത് അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലൊരു പുളടിക്കുകയല്ലേ എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യാം. വേണ്ട, നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഇസ്ലാമിനെയും ഖുർആനിനെയും സുന്നത്തിനെയും, ഇപ്പൊ ഖുർആനിൽ വല്ല ശാസ്ത്ര സത്യവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് E.A. ജബ്ബാർ മാഷ് വെല്ലുവിളിച്ചത് നിങ്ങൾ കേട്ടു. അതുപോലെ ഹദീസുകൾ സ്വീകാര്യമല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നു. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ യുക്തിവാദികളെ എടുത്ത് എന്ത് പുസ്തകമുള്ളത്? അവരെ കയ്യിൽ ഇപ്പൊ നമുക്ക് ആ പുസ്തകം അവർ തരിക, യുക്തിവാദികൾ തരിക. ഇതാണ് യുക്തിവാദികൾക്ക് ലോകത്തോട് പറയാനുള്ള ആശയം, അതിന്റെ സമാഹാരമാണിത്. ഇതിലൊരു അപാകതയുമില്ല, ഇതിലൊരു സ്ത്രീവിരുദ്ധതയുമില്ല, ഇതിലൊരു അനീതിയുടെ തരുമ്പുമില്ല, ഇതിൽ ശാസ്ത്രമെല്ലാം ഫുള്ളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല പുസ്തകവും യുക്തിവാദികൾക്കുണ്ടോ? യുക്തിവാദികൾ എങ്ങനെയാണ് സ്വഭാവ രൂപീകരണം നടത്തുന്നത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ആളുകൾ ചോദിക്കുകയാണ്, പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന്. ഇതാണല്ലോ നമ്മുടെ വിഷയം. ഉന്നതമായ ഒരു സ്വഭാവത്തിന്റെ വ്യക്തിയാവുക, ഔന്നിത്യത്തിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാവുക, ജാജ്വല്യമാനമായ സംസ്കാരത്തിന്റെ ഉടമയാവുക. ഇപ്പൊ പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ ഭാര്യയോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത്, ഇവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇപ്പൊ ഭാര്യമാർക്കാണല്ലോ ഭർത്താവിനെ ശരിക്കറിയാം, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ റീഡ് ചെയ്യുന്നതും കൂടി, അതായത് ഒരു ഭാര്യ ഭർത്താവിനെ പറ്റി പറയുന്നത് നമ്മളൊക്കെ ഈ ക്ലാസ്സിൽ കേട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഭാര്യയോട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വിസ്ഡം യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിക്കാൻ, എന്താണ് നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, കാന ഖുൽഖുഹു അൽ ഖുർആൻ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുൽഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ ജീവിച്ചു. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊക്കെ സമകാലികരായി ജീവിച്ചിട്ട് നമ്മളെ പലർക്കും അറിഞ്ഞുകൂടാ. അറിയുന്നത് തന്നെ പല റോങ്ങായ വിവരങ്ങളാണ്. ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെപ്പറ്റി പറയുന്നതിൽ നിന്നാണ് ആളുകൾ നമ്മളെ വിലയിരുത്തുന്നത്. നേരെ മറിച്ച് നമ്മളെ അടുത്തറിയാനോ, നമ്മൾ ആരാണെന്ന് പഠിക്കാനോ, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പഠിക്കാനോ, നമുക്ക് ഇതര സമൂഹത്തോട് എന്തുമാത്രം ബന്ധമുണ്ട് എന്ന് പറയാനോ ഒന്നും ആളുകൾ തയ്യാറല്ല. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാൻ ശ്രമിച്ചവരെല്ലാം അദ്ദേഹത്തിന്റെ ചാരത്തോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെട്ടു എന്നത് അത്ഭുതാവഹമായ ഒരു കാര്യമല്ലേ? വളരെ വിദൂരത്ത് നിന്ന് അദ്ദേഹത്തെ പറ്റി കേട്ടു. ആരുടെയൊക്കെയോ ശത്രുതയിൽ പുരണ്ട വാക്കുകൾ ആ പ്രവാചകനെ കുറിച്ച് കേട്ടു. പക്ഷെ ആ പ്രവാചകനെ അടുത്തറിഞ്ഞവർ പ്രവാചകനെ എത്രത്തോളം സ്നേഹിച്ചു, അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ വെറുത്തു. ഇപ്പോ നമുക്കറിയാവുന്ന ഒരു സഹാബിയാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുപോലെയുള്ള പല സ്വഹാബിമാരും. ഈ സ്വഹാബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് വളരെ കുഞ്ഞുനാളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചാൽ നബിയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന അഭിപ്രായം എന്താണ്? സ്വന്തം മാതാപിതാക്കൾ വരെ വിളിക്കാൻ വന്നിട്ട് സയ്യിദ് റളിയല്ലാഹു പോകുന്നുണ്ടോ, എനിക്ക് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചാൽ മദീന. സ്വന്തം മാതാപിതാക്കൾ വന്ന് വിളിച്ചിട്ട് പോലും പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ. അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്ത സേവനം നിർവഹിച്ച ഒരു പ്രവാചകന്റെ ശിഷ്യനാണ് അനസ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രവാചകൻ എന്നോട് ഛേ എന്ന വാക്ക് പോലും ഒരു വിഷമത്തിന്റെ ദുഃഖിപ്പിക്കുന്ന ഒരു തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തനിക്ക് ഖിദ്മത്തെടുക്കുന്ന ഒരാളോട് അപമര്യാദയായി പെരുമാറുക, അല്ലെങ്കിൽ കാഠിന്യത്തോടുകൂടി വർത്തിക്കുക, അങ്ങനെ ഒരു സ്വഭാവം ആ പ്രവാചകന് ഉണ്ടായിരുന്നിട്ടേ ഇല്ല എന്ന് പറയുന്നത് ആരാണ്? കൂടെ 10 വർഷം ജീവിച്ച സ്വഹാബിയാണ്. ഇതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് സമകാലികരായ ആളുകൾ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ സുഫിയാനോട് ഇറാഖ്ലിയ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വെച്ച് ചോദിക്കുന്നു, ഈ ആള് കള്ളം പറയുമോ, ഈ വ്യക്തി കള്ളം പറയുമോ? അബൂ സുഫിയാൻ ഏറ്റവും വലിയ ശത്രുവാണ്. അബൂ സുഫിയാൻ പറയുന്നു, ഇല്ല, കള്ളം പറയില്ല. അപ്പോ വിളങ്ങി നിൽക്കുന്ന ചന്തമാർന്ന
ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു എന്നർത്ഥം. മാത്രവുമല്ല അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും കുലിൽ ഹക്ക വൈൻകാന മുറ എന്നാണ് പറയുന്നത്. എത്ര കൈപ്പേറിയ അനുഭവമാണെങ്കിലും സത്യമേ പറയാവൂ. സത്യം പറയുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഒരു പ്രയാസം നേരിട്ടാൽ പോലും സത്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, സത്യത്തോട് കൂറുപുലർത്തുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. എങ്കിൽ കുലിൽ ഹക്ക വൈൻകാന മുറ എന്ന തത്വം ലോകത്തെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ കള്ളം പറയാതിരിക്കുകയും ചെയ്ത ആളായിട്ട് നബിയുടെ ഏറ്റവും വലിയ ശത്രു അബൂ സുഫിയാൻ രേഖപ്പെടുത്തുന്നു. ഇതാണ് തിളക്കമാർന്ന ഒരു വ്യക്തി എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ഇവിടെ ഒരു കാര്യം പ്രധാനമാണ്. ഒരു വ്യക്തി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയിൽ ഫുജൂറുമുണ്ട് തഖ്വയുമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആനിലെ സൂറത്ത് ഷംസ് നമ്മൾ ശരിക്കും ഇരുന്ന് പഠിക്കേണ്ട കാര്യമാണ്. ഖുർആനിലെ സൂറത്ത് ഷംസിൽ പറയുന്നത് ആത്മാവിനെ വ്യവസ്ഥപ്പെടുത്തിയ ആ വ്യവസ്ഥ തന്നെയാണ് സത്യം. അതാണ് വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ വ്യവസ്ഥപ്പെടുത്തി ആ വ്യവസ്ഥയെ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മനുഷ്യനിൽ അന്തർലീനമാണ്, അവന്റെ സൃഷ്ടിപ്പിൽ തന്നെ അന്തർലീനമാണ് ഫുജൂറിന്റെ അവസ്ഥയും തഖ്വയുടെ അവസ്ഥയും. അതായത് തെമ്മാടിത്തം ചെയ്യാനുള്ള ടെൻഡൻസി, അതോടൊപ്പം നന്മയിൽ അതിശക്തമായി മുന്നേറാനുള്ള അവന്റെ അഭിവാഞ്ച. ഇനി ഈ രണ്ട് ഘടകം, ഇപ്പൊ ഒരാള് അയാളുടെ അന്തർലീനമാണ് തിന്മ ചെയ്യാനുള്ള പ്രവണത, നന്മ ചെയ്യാനുള്ള പ്രവണതയും അയാൾക്കുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ശരിക്കും ഒരാള് തിന്മ ചെയ്യാനുള്ള വികാരം അയാളിലുണ്ട്, നന്മ ചെയ്യാനുള്ള വികാരമുണ്ട്. ഒരാൾ തിന്മ മാത്രം ആഗ്രഹിക്കുക, തിന്മയിലേക്ക് തന്നെ ചാഞ്ഞു പോവുക, തിന്മയുടെ പിന്നാലെ പോവുക, നന്മക്ക് ചെവി കൊടുക്കാതിരിക്കുക, നല്ലവർക്കെതിരെ വിമർശനം നടത്തുക, നല്ലതിന് കാതു കൊടുക്കാതിരിക്കുക, എങ്കിൽ സ്വാഭാവികമായും നുവല്ലിഹി മാത്തവല്ല, അയാളെ തിരിഞ്ഞിടത്തേക്ക് അള്ളാഹു തിരിച്ചുവിടും. അയാൾ അങ്ങോട്ടാണ് പോവുക. അയാൾ ഒരിക്കലും സത്യത്തെ ആഗ്രഹിക്കുന്നില്ല, സത്യത്തെ അയാൾ പ്രതീക്ഷിക്കുന്നില്ല. സത്യം പ്രകാശനം ചെയ്ത ഉദ്ഘോഷിച്ച ആളുകളെ പറ്റി അവർ പറഞ്ഞിരുന്നെന്നാണ് വക്കാലു എന്ന് പറഞ്ഞത്, വഖസ്സബ്ന വഖുൽന മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. സൂറത്ത് മുൽക്കിലെ 8, 9, 10 വാചകമാണ്. അതിലവർ ആദ്യമായി പറയുന്നത് സത്യത്തിന്റെ ആളുകളെ കുറിച്ച് ഇവരെ കളവ് പറയുന്നവരാണെന്നാണ്, കെസാബുകളാണ് എന്നാണ്. പിന്നെ അള്ളാഹു അവതരിപ്പിച്ച ഒന്നല്ല ഇത് എന്ന് പറഞ്ഞ് ധിക്കാരപൂർവ്വം തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവസാനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വഖാലു ലൗ കുന്നാ നസ്മൗ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഔ നഅഖിൽ എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ. അപ്പൊ ചിന്ത വേണ്ടാന്നല്ല, അഗാധമായി ചിന്തിക്കുന്നവർക്ക് ഇസ്ലാമാകാൻ കഴിയുന്ന പറയുന്നത്. അപ്പൊ നല്ലവണ്ണം ചിന്തിക്കാൻ പറയുന്നു, നല്ലവണ്ണം പഠിക്കാൻ പറയുന്നു. അതില്ലാത്തത് കൊണ്ടാണ് നരകത്തിൽ പോയത്. അപ്പോ പരലോകത്ത് വരുന്ന ഒരു സ്വർഗത്തിൽ എത്തുന്നതിന് എന്തുകൊണ്ടാണ്? അഗാധമായ ചിന്തയും ഗവേഷണവും ഉള്ളത് കൊണ്ടാണ്. പിന്നെ ആ സ്വർഗത്തിൽ ബുദ്ധിപരമായ ഗവേഷണമില്ല എന്ന് എം എൻ കാരശ്ശേരിയെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു നുണയല്ലേ? കാരണം ഖുർആനിന്റെ 67-ാം അധ്യായം 8, 9, 10 വാചകങ്ങൾ പറയണമെന്നറിയോ? ഞങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടും ഗവേഷണം നടത്താത്തത് കൊണ്ടും അഗാധമായി പഠിക്കാത്തത് കൊണ്ടും കമ്പാരറ്റീവായി ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്താത്തത് കൊണ്ടുമാണ് ഞങ്ങൾ നരകത്ത് പോയതെന്നാ. അപ്പൊ അതിന്റെ നേരെ വിപരീതം എന്താ? അഗാധമായി പഠിച്ചതുകൊണ്ടും ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടും ഗവേഷണം നടത്തിയതുകൊണ്ടും താരതമ്യം ചെയ്ത് ഏത് ശരി ഏത് തെറ്റി എന്ന് വിലയിരുത്തിയതുകൊണ്ടും അങ്ങനെ അന്വേഷണത്തിന്റെ അത്യധ്വാനം ചെയ്തതുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയെന്ന് അതിൽ കിട്ടിയില്ലേ? ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇതര മത സമൂഹങ്ങളുമായി ആശയതലത്തിൽ സംവാദത്തിൽ ഏർപ്പെടണം. കാരണം അത് സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉന്നതമാണ് എന്നാണ് പറയുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, മനുഷ്യനിലെ ഫുജൂറും തഖ്വയും ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതിൽ തെമ്മാടിത്തം ഒരാളുടെ ഉയർന്നു വരുന്നതിന് കാരണം അയാൾ തെമ്മാടിത്തത്തെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. സത്യവും അസത്യവും ഇവിടെ നിലനിൽക്കേണ്ടത്, അയാൾക്ക് നല്ലതും സ്വീകരിക്കാം തിന്മയും സ്വീകരിക്കാം. ഇനി ഒരാൾ ക്വാളിറ്റിയുള്ള സ്വഭാവമായി തീരുക എങ്ങനെയാണ്? ആ ക്വാളിറ്റിയുള്ള സ്വഭാവം കിട്ടണമെങ്കിൽ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ഉൾക്കിട്ട സ്വഭാവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നു എന്ന് ശത്രുക്കൾക്ക് പോലും എതിരെ അഭിപ്രായമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറെ രസകരമായ സംഗതി. അതായത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ, ഭുവനപ്രശസ്തരായ ആളുകൾ, അല്ലാതെ നമ്മൾ സാധാരണ ചീള് കേസ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വായാടികളല്ല.
ലോകമറിയാത്ത, ഇന്ത്യ അറിയാത്ത, കേരളത്തിൽ പോലും ജനങ്ങൾ അംഗീകരിക്കാത്ത വായാടികളായിട്ടുള്ള ആളുകൾ ആ പ്രവാചകനെ വിലയിരുത്തുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഭുവനപ്രശസ്തരായ ആളുകൾ, ലോകം കണ്ടിട്ടുള്ള ആളുകൾ, ആ ആളുകൾ പ്രവാചക തിരുമേനിയെ വിലയിരുത്തിയപ്പോ നമ്പർ 1 എന്ന് അവരൊക്കെ പറയുന്നത് മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്നാണ്. ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച വിശ്വാചാര്യൻ. അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ, ബുഇസ്തുലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിച്ചത് എന്നാണ്. സംസ്കാരത്തിന്റെ പൂർത്തീകരണം, അല്ലാതെ അപമാനവീകരണത്തിന് ആക്കം കൂട്ടുകയല്ല, ജീർണതയല്ല, ഗംഭീരമായ ഒരു സംസ്കാരം. അത് നമുക്കറിയാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമൂഹത്തിന് എന്തൊക്കെ ദുർഗുണങ്ങൾ ഉണ്ടായിരുന്നു. ജഅഫർ ബിൻ അബി താലിബ് നേഗ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അത് പറയുന്നുണ്ട്. കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ഞങ്ങൾ പിറകിലായിരുന്നു, സ്ത്രീകളോട് ഞങ്ങൾ അപമര്യാദയായി പെരുമാറിയിരുന്നു. അത് മാത്രമല്ല, ഈ കാലയളവിൽ ഇസ്ലാം പൂർത്തിയായിട്ട് പോലുമില്ല. പക്ഷെ ജഅഫർ ബിൻ അബി താലിബ് പറയുന്നത് എന്താണ്? സ്ത്രീകളോട് ഞങ്ങൾ അപമര്യാദയായി പെരുമാറിയിരുന്നു, ഇപ്പം ഞങ്ങൾ അങ്ങനെ പെരുമാറുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഞങ്ങളിലേക്ക് ഒരു പ്രകാശമായി ദൂതനെ നിയോഗിച്ചു എന്നാണ്. ഇത് നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ ആലോചിക്കണം. ഞങ്ങൾ ശവന്തീനികളായിരുന്നു, ഞങ്ങൾ കുടുംബബന്ധം ചേർക്കാത്തവരായിരുന്നു, എത്രയോ കാലം ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി വരെ യുദ്ധം ചെയ്തിരുന്നവരായിരുന്നു, ഞങ്ങൾ സൃഷ്ടിപൂജകരായിരുന്നു, ഇങ്ങനെ തിന്മയിലായിരുന്നു ഞങ്ങൾ. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് കുടുംബബന്ധം ചേർക്കാൻ പറയുന്നു. അപ്പോ കുടുംബബന്ധം ശിഥിലമായ ഒരു സൊസൈറ്റിയിലേക്ക് ആ പ്രവാചകൻ വന്നിട്ട് കുടുംബബന്ധം ചേർക്കണമെന്നാണ് പറയുന്നത്. കാത്യു റഹ്മിൻ ലാ തദ്ഖുലുൽ ജന്ന, കുടുംബബന്ധം മുറിക്കുന്നവർ, നോക്കൂ, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു? ഇത് വളരെ പ്രധാനമായ കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. അബൂജാഹിൽ പോലും നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അബൂജാഹിൽ. ഈ അബൂജഹൽ പറയുന്ന വളരെ പ്രധാനമായ കാര്യം എന്താണ്? മുഹമ്മദേ, നിന്നെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, നീ കൊണ്ടുവന്നതിനെ നിഷേധിക്കുന്നു. എന്താ അങ്ങനെ പറയേണ്ടി വന്നത്? കാരണം മുഹമ്മദ് നബി ജീവിതത്തിൽ കുഞ്ഞുനാളിലെ അവരുടെ കൂടെ വളർന്ന ഒരാളാണ്. കള്ളം പറഞ്ഞിട്ടില്ല, ആരുടെയും സ്വത്ത് അപഹരിച്ചിട്ടില്ല, ഒരു തോന്നിയാസത്തിൽ ആ പ്രവാചകൻ ഉണ്ടായിട്ടില്ല. എന്തിന്? പ്രവാചകനാകുന്നതിന് മുമ്പ് ഒരു കല്യാണ വീട്ടിൽ സംഗീതവും കച്ചേരിയുമായി ആണും പെണ്ണും കൂടിക്കൊലരുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ പോകാൻ ആഗ്രഹിച്ച പ്രവാചകൻ, ആ സംഗീതം കേൾക്കണമെന്ന് ആഗ്രഹിച്ച പ്രവാചകൻ, അള്ളാഹു അദ്ദേഹത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറക്കിക്കിടത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയുള്ള ഈ വക കാര്യങ്ങളിലൊക്കെ വിട്ട്, അതായത് ഇതിന്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല പറയുന്നു, അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു ഉപകാരവുമില്ലാത്ത സമയം, ആ സമയത്തിൽ നിന്ന് പോലും വിട്ടുനിന്ന ഒരാളായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മേന്മയേറിയ ക്വാളിറ്റിയുള്ള ഒരാൾ. ആ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു കലാപത്തിന്റെ വക്കിലേക്ക് ഖുറൈശി ഗോത്രങ്ങൾ എത്തിയാൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന ഐക്യത്തിന്റെ, നീതിയുടെ വലിയ ഉദാഹരണമായിട്ടാണ് ആ പ്രവാചക തിരുമേനി പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ജീവിച്ചത്. പ്രവാചകനായതിനു ശേഷമോ ഇപ്പൊ തിളക്കമാർന്ന വ്യക്തിത്വം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ നബിയെയാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്, പ്രവാചകനെയാണ് നമുക്ക് അനുകരിക്കാനുള്ളത്. നമുക്കറിയാം, സിനിമാ ലോകത്തുള്ളവരെ അനുകരിക്കുന്നവരുണ്ട്, സംഗീത ലോകത്തുള്ളവരെ അനുകരിക്കുന്നവരുണ്ട്. ഇന്ന് സിനിമാ ലോകവും സംഗീത ലോകവുമാണല്ലോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച. എത്രത്തോളം സാംസ്കാരികമായ പൈതൃകം ഇവരൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയില്ലേ? നേരെ മറിച്ച് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയും ഇന്ന് വരെ എന്റെ ശരീരം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ സംവിധായകന്മാരെ കുറിച്ച്, എത്രയോ വലിയ നടന്മാരെ കുറിച്ച് അവരോടൊപ്പം അഭിനയിച്ച സ്ത്രീകൾ എന്താ പറയുന്നത്? എന്റെ ശരീരം അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ്. എന്നാൽ 23 കൊല്ലം പ്രവാചക തിരുമേനി ആ ലോകത്ത് ജീവിച്ചു. എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്നു. അത്ര വലിയ സൗന്ദര്യം, അത്ര വലിയ ഉന്നത കുലജാതൻ, അത്ര വലിയ അകാര ഭംഗിയുള്ള ആള്. നടത്തം പോലും പ്രവാചകന്റേത് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. അതിൽ പ്രവാചകന്റെ വ്യക്തിത്വം വിവരിക്കുന്നിടത്തും ഈ കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ഒളിക്കണ്ണിട്ട് പോലും ഒരു പെണ്ണിനെ നോക്കി, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ പുരുഷൻ ആകർഷിക്കപ്പെടുന്ന ഒരു കേന്ദ്രത്തിലേക്ക് പ്രവാചകൻ തുറിച്ചു നോക്കി. നഊദുബില്ലാ, അങ്ങനത്തെ ഒരു സംഭവം പോലും അറബ് ജനതയിൽ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിലെ സ്ത്രീയെ നിന്ദിച്ചു എന്നോ, അപമാനിച്ചു എന്നോ, തരം താഴ്ത്തി എന്നോ, അവരുടെ
ഏതെങ്കിലും നിലക്കുള്ള ജീവിതത്തിൽ ഒരു മാർഗതടസ്സമായി നിന്നു എന്നോ ഒന്നും ഒരു പരാതിയും പറയാത്ത ഒരു വ്യക്തിത്വം. അദ്ദേഹം പ്രവാചകനായി, വായിക്കാൻ പറഞ്ഞു, അദ്ദേഹം പഠിക്കാൻ തയ്യാറായി, അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ തയ്യാറായി, ഖുർആനിനെ അച്ചട്ട് അദ്ദേഹം ഉൾക്കൊള്ളാൻ തുടങ്ങി, ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കും, അത് മനഃപ്പാടമാക്കാൻ തുടങ്ങി. എന്നിട്ട് ഇനി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, 23 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മാതൃകായോഗ്യനായ ഒരു നേതാവാകാൻ എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായും ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട് എന്നാണ്. മ്ലേച്ഛമായ ഒരു മാതൃക, മോശമായ ഒരു മാതൃക, അല്ലെങ്കിൽ ബാഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു മാതൃക ആ പ്രവാചകനിൽ നിന്ന് ശരിക്ക് പഠിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്രയും ഉത്കൃഷ്ടമായ മാതൃക കാണിച്ചുകൊണ്ടാണ് ആ തിരുദൂതർ ഇവിടെ ജീവിച്ചത് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ നബിയിൽ മാതൃകയുണ്ട് എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ നബിയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക എന്നുള്ളതാണ്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിൻപറ്റുന്ന ഒരാൾക്കും ഒരു തിളക്കമാർന്ന വ്യക്തിത്വത്തിന്റെ അപ്പുറത്ത് പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പെരുമാറിയോ അങ്ങനെ. അപ്പൊ അതിൽ നമുക്ക് ഒന്നാമതായി ഖുർആനിൽ നിന്ന് ചില ആശയങ്ങൾ പകർന്ന് എടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ സൂറത്ത് അഹ്സാബ് പറഞ്ഞു, പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. 33-ാം അധ്യായമാണ് അതെന്നും ഞാൻ പറഞ്ഞു. ആ അധ്യായത്തിലെ 45-46 നിങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ട ഒരു ഖുർആനിക വചനമാണ്. ആ വചനത്തിൽ പറയുന്നത്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നമ്മുടെ തിളക്കമാർന്ന വ്യക്തിത്വം എന്നാണല്ലോ നമ്മുടെ വിഷയം. തിളക്കമാർന്ന വ്യക്തിത്വം എന്നതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിലേക്ക് എത്ര ഫിറ്റായ ഒരു ഖുർആനിന്റെ വചനം വേറെ നമ്മൾ തിരഞ്ഞാൽ കിട്ടില്ല. അവിടെ പറയുന്നത്, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, താങ്കളെ ലോകജനങ്ങൾക്ക് മാതൃകയാക്കിയിരിക്കുന്നു, സാക്ഷിയാക്കിയിരിക്കുന്നു, അങ്ങ് ലോകത്തിന് മാതൃകയാണ് എന്നാണ് ഖുർആൻ ഒന്നാമതായി പറയുന്നത്. വദാഇയൻ ഇലല്ലാഹ്, അള്ളാന്റെ അനുമതി പ്രകാരം അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ദായിയാണ്, പ്രബോധകനാണ്, അങ്ങ് പ്രചാരകനാണ്, പ്രവാചകനാണ്. എത്ര കൃത്യമാണ്. എന്നിട്ട് പറയുന്നത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ എന്നാണ് പറയുന്നത്. അങ്ങ് വസിറാജൻ മുനീറ, സിറാജാണ്, മുനീറാണ്. അങ്ങ് പ്രകാശിക്കുന്ന ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, ചന്ദ്രൻ നിലാവലകൾ നൽകുന്ന പോലെ ഒരു ലൈറ്റ് ഹൗസ് ആണ്. അതായത് അങ്ങ് അകലെ നിന്ന് കപ്പലിൽ വരുന്ന ആളുകൾക്ക്, കടൽ യാത്രക്കാർക്ക് വെളിച്ചം കാണിച്ച് ലക്ഷ്യം കാണിക്കുന്നത് പോലെ പ്രകാശം പരത്തുന്ന, ചന്തമാർന്ന, തിളക്കമാർന്ന ഒരു വ്യക്തിയാകുന്നു അങ്ങ് എന്നതാണ്. അപ്പൊ ജീവിതത്തിലുടനീളം നമ്മളൊക്കെ എന്താകണം? നമ്മളൊക്കെ ആരാവണം? അതിലേറ്റവും പ്രധാനമാണ് ഈ ഖുർആനിക വചനം. ഇനി ഒരു ഖുർആനിക വചനം കൂടെ, ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമാണ്. അതിലെ 24, 25, 26 വാചകങ്ങൾ. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കസജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറൂഹാ ഫിസ്സമാ തൂതി ഉക്ലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതായത് ഒരു വ്യക്തിയുടെ ഉദാഹരണം അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ഒരു നല്ല മുഅ്മിൻ, തിളക്കമാർന്ന ഒരു വ്യക്തി, അയാൾ ആരെ പോലെയാണ്? ഒരു വലിയ വടവൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന്റെ വലിയൊരു മരം, ആ മരത്തിന്റെ വേരുകൾ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ മണ്ണിനെ അള്ളിപ്പിടിച്ചും പാറക്കെട്ടുകളെ അള്ളിപ്പിടിച്ചും ഒരിക്കലും ഒരു കൊടുങ്കാറ്റിന് മറച്ചിടാനാവാത്ത വിധം, അഥവാ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാത്ത അതിശക്തമായ ഒരു വ്യക്തിയായിരിക്കും അയാൾ. ഒന്ന്, അയാൾക്ക് അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടാവും. ഒരു നല്ല വ്യക്തി രൂപപ്പെടുന്നത് അവിടെയാണ്. സത്യം, ഏകദൈവ വിശ്വാസത്തിലൂടെയല്ലാതെ ഒരു നല്ല വ്യക്തി രൂപപ്പെടും എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ജീവിതത്തിലുടനീളം ക്വാളിറ്റിയുള്ള ഒരു നല്ല വ്യക്തി രൂപപ്പെടുക ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലൂടെയാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച, കല്ലും മുള്ളും മുരടും മൂർക്കൻപാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തറകളും
മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നുകളും എന്നിവേണ്ട സർവ്വ സൃഷ്ടികളും ആ സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ഏകത്വം അംഗീകരിക്കുന്നത് വഴിയാണ് ഒരു നല്ല വ്യക്തി രൂപപ്പെടുന്നത്. അത്ര വലിയ വിശ്വാസം. ഇപ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മകനെ നഷ്ടപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. വീട്ടിലേക്ക് മക്കൾ വന്നു, മക്കൾ എന്തോ ചെയ്തു എന്ന് തോന്നുകയാണ്. പക്ഷെ ആ മക്കളുമായി ശണ്ട കൂടി, അയൽവാസികളെ വിളിച്ചു വരുത്തി, ബാപ്പയും മക്കളും തല്ലുകൂടി കലാപുണ്ടാക്കാൻ ആ പ്രവാചകൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ഫസബറുൻ ജമീൽ, നിങ്ങൾക്കെന്തോ ഭംഗിയായി ഇബ്ലീസ് തോന്നിപ്പിച്ചെന്നു, നിങ്ങളത് ചെയ്തു. ഏതായിരുന്നാലും എന്റെ മകന്റെ കാര്യത്തിൽ നിങ്ങളുമായി തല്ലുകൂടാൻ ഞാനില്ല. അതിന്റെ അർത്ഥം എന്റെ മോന്റെ വിയോഗത്തിൽ എന്റെ മോന്റെ താൽക്കാലികമായ വേർപാടിൽ എനിക്ക് ദുഃഖമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഫസബറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുക. വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ, ഞാൻ എന്റെ വേദന പടച്ചവനോട് പറയുന്നു. ഇവിടെ ഒരു നല്ല വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ നല്ല വ്യക്തി? തന്റെ മകൻ നഷ്ടപ്പെടുന്നു, ആ നഷ്ടപ്പെട്ട ഘട്ടത്തിൽ ക്ഷമിക്കുന്നു, മക്കളുമായി തല്ലുകൂടാതിരിക്കുന്നു, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നു, ക്ഷമ അവലംബിക്കുന്നു, അസ്സബ്റു ളിയാഉൻ എന്ന മേന്മയേറിയ ശ്രേഷ്ഠത ഉണ്ടാക്കുന്നു. ഞാൻ ഭംഗിയായി സൗന്ദര്യമുള്ള അട്രാക്ഷനുള്ള ആർക്കും അനുകരണീയമായ ഒരു ക്ഷമ അവലംബിക്കുന്നു എന്ന് പറയുന്നതിൽ 12-ാം അധ്യായം 18-ാമത്തെ വാചകത്തിൽ നമുക്ക് വെളിച്ചമുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിന്റെ തന്നെ ബാക്കിയൂടെ നമുക്കൊന്ന് വിവരിക്കാം, എന്നിട്ട് അതിലേക്ക് വരാം. എന്നിട്ട് പറയുന്നു, അതിന്റെ ശാഖകൾ ആകാശത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നാണ്. ഒരു വ്യക്തി, ഒരു യഥാർത്ഥ ഇസ്ലാമിലെ വ്യക്തി, തിളക്കമാർന്ന ഒരു വ്യക്തി, അയാൾ ഭൂമിയിലേക്ക് ആഴത്തിൽ വേറിറങ്ങി, രൂഢമൂലമായ വിശ്വാസം, ഒരിക്കലും പതറില്ല. എത്ര ജലപ്രളയങ്ങൾ ഉണ്ടായാലും, എത്ര കോവിഡുകൾ ഉണ്ടായാലും, എന്തെന്ത് കഠിനമായി വിറപ്പിക്കപ്പെട്ടാൽ പോലും, സൂറത്ത് അഹ്സാബിൽ പറഞ്ഞ പോലെ അതികഠിനമായി അവർ വിറപ്പിക്കപ്പെട്ടാൽ പോലും, സൂറത്ത് അൻഫാലിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എത്ര തന്നെ പരീക്ഷിക്കപ്പെട്ട് ഹൃദയം തൊണ്ടക്കുടിയിലെത്തിയാലും അള്ളാഹുമായുള്ളവരുടെ വിശ്വാസം ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ വനിഅമൻ നസീർ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അടിപതറാത്ത വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കും അവർ എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ്. ഭാര്യയോട് മാന്യമായി പെരുമാറി, മകനോട് മാന്യമായി പെരുമാറി, മരുമകളോട് മാന്യമായി സംസാരിച്ചു, സമൂഹത്തോട് മാന്യമായി സംസാരിച്ചു. ബൗദ്ധൈവ വിശ്വാസിയായ ഉപ്പയോട് യാ അബത്തി യാ അബത്തി യാ അബത്തി യാ അബത്തി ആവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പൊന്നുപ്പ എന്ന് പറഞ്ഞ് മാന്യതയുടെ ആശയതലത്തിൽ, രണ്ട് തലത്തിൽ നിൽക്കുമ്പോഴും അനാവശ്യങ്ങൾ പറയാതെ. ഇപ്പൊ എനിക്കൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിൽ ഞാനുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ ചുവട്ടിൽ കമന്റ് കുറിക്കുന്നതിൽ പല പേരും മുസ്ലിങ്ങളുടേതാണ്. പച്ചത്തെറിയുടെ, പൂരത്തെറിയുടെ, വൃത്തികേടിന്റെ കായും പൂവും ചേർത്ത് യുക്തിവാദികൾ അതിൽ മുന്നിൽ നിൽക്കുന്നു, സംഘപരിവാരത്തിൽപ്പെട്ടവർ മുന്നിൽ നിൽക്കുന്നു, ഖുറാഫികൾ എന്ന് പറയുന്നവർ അതിൽ മുന്നിൽ നിൽക്കുന്നു. സംസ്കാരമില്ലാത്ത ആളുകളായി മനുഷ്യർ മാറിപ്പോവുകയാണ്. വിശുദ്ധ ഖുർആനാകട്ടെ ഈ വിഷയത്തിൽ നല്ലൊരു വ്യക്തിയുടെ, അതാണ് ഇബ്രാഹിം നബിയെ കല്ലെറിയും എന്ന് പറഞ്ഞു, കല്ലെറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോഴും പറയുന്നത് സലാമുൻ അലൈക്കും, എന്റെ ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ദൈവത്തിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. അനാവശ്യമായ ഒരു വാക്ക്, മോശമായ ഒരു വാക്ക് ആ പ്രവാചകൻ തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, തന്നെ കല്ലെറിയുമെന്ന് പറയുന്ന, തന്നെ ആട്ടിയോടിക്കുമെന്ന് പറയുന്ന ഉപ്പയോട് പറയാതെ നമ്മളെപ്പോഴും വിചാരിക്കും ലാലിമുകൾ എന്ന് പ്രവാചകന്മാരെ വിളിക്കുന്നു. അത് പല നിലക്കും പ്രവാചകന്മാരെ കാഹിനാണെന്ന് വിളിക്കുന്നു, തോന്നിവാസം വിളിക്കുന്നു. എന്നിട്ട് തിരിച്ച് എപ്പോഴെങ്കിലും മറിച്ചൊരു വാക്ക്, ഒരു വൃത്തികേടിന്റെ വാക്ക് പറയുന്നില്ല. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അപമാനിച്ചുകൊണ്ട് വളരെ മോശമായ, ഇത്രയേറെ വൃത്തികെട്ട മാലിന്യമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയെ കേരളക്കാർ ഒരുപക്ഷെ ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ സ്ത്രീകളെ അപമാനിച്ചു. ആ പുരുഷനെ സ്ത്രീകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആ കയ്യേറ്റം ചെയ്യുമ്പോഴും സ്ത്രീകളും തത്തുല്യമായ പദങ്ങൾ ഉപയോഗിക്കുന്നു, വളരെ മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെയാണ് അദ്ദേഹം ഉപയോഗിച്ച അതേ നിലവാരം തിരിച്ചും ഉപയോഗിക്കുക എന്നത് നീതി അല്ല. അയാൾ എന്ത് വൃത്തികേട് പറഞ്ഞാൽ നമുക്ക് വൃത്തികേട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ ചന്തമാർന്ന
തിളക്കമാർന്ന വ്യക്തിത്വത്തെ പറ്റി വിവരിക്കുമ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, തിന്മയും നന്മയും സമമാവുകയില്ല. അതുകൊണ്ട് തന്നെ തിന്മ ചെയ്തവരോട് ഒരിക്കലും അതേപോലെ തത്തുല്യമായ പദം അവർ ഉപയോഗിക്കില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലെ 41-ാം അധ്യായം 34, 35, 36 വാചകങ്ങൾ. മാത്രവുമല്ല, നിങ്ങളെപ്പറ്റി വളരെ മോശമായി പറഞ്ഞവനോട് പ്രതികാരം ചെയ്യാൻ പിശാച് നിങ്ങളെ തോന്നിപ്പിക്കും, പക്ഷേ നിങ്ങൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ്. സ്ത്രീകളെപ്പറ്റി പുരുഷനും മോശമായി പറയരുത്, പുരുഷനെപ്പറ്റി സ്ത്രീയും മോശമായി പറയരുത്. സ്ത്രീയുടെ മുഖത്ത് പുരുഷൻ അടിക്കാൻ പാടില്ല, പുരുഷന്റെ മുഖത്ത് സ്ത്രീയും അടിക്കാൻ പാടില്ല. ഇത് മാന്യതയുടെ ഒരു സംസ്കാരമാണ്. ഇസ്ലാം പറഞ്ഞു നിങ്ങൾ സ്ത്രീകളുടെ മുഖത്തടിക്കരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞ് അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല? ഇവിടെ അതും സംഭവിച്ചു. അതാണ് ഇവിടെ നിയമം നാടൻ മലയാളിയിലൊക്കെ അവതരിപ്പിക്കുന്ന അവതാരകന്മാർ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വക്കുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ ഇന്ന ശൈത്വാന യൻസഹു ബൈനഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വല്ലാത്തൊരു വാക്ക്. വക്കുല്ലി ഇബാദി, എന്റെ അടിമകളോട് പറയൂ. സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ ഓരോ വിഷയാവതരണം കേൾക്കുമ്പോ അവിടെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വളരെ വൃത്തികെട്ട കുറെ അബ്ദുൽ ജബ്ബാർ എന്നും അബ്ദുൽ ഗഫൂർ എന്നും അബ്ദുൽ അസീസ് എന്നും മുഹമ്മദ് അഷ്റഫ് എന്നും അതേ നവാസി എന്നും ഒക്കെ പറഞ്ഞ് പേരിട്ട ആളുകൾ. അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ചിന്തിക്കട്ടെ ഖുർആനിന്റെ വചനം, കുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ എന്റെ അടിമകളോട് പറയൂ, നല്ല നിലയിൽ സംസാരിക്കാൻ പറയൂ, നല്ല നിലയിൽ മാന്യമായത് പറയാൻ പറയൂ. വലിസാനം വശപ്പതയും, 2 ചുണ്ടുകൾക്കിടയിൽ അവർക്കൊരു നാവ് കൊടുത്തത് നല്ലത് പറയാനാണെന്ന് പറയൂ. മൻ കാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്കുത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ റൈറ്റപ്പായി കുറിക്കുമ്പോൾ, കമന്റ് ബോക്സിൽ ഒരാളെ വിമർശിച്ചുകൊണ്ട് അക്ഷരങ്ങൾ കുറിക്കുമ്പോൾ അത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ ഹൃദയത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അയാളുടെ ഹൃദയം മ്ലേച്ഛമാണ് എന്നതിന്റെ തെളിവാണ് അയാൾ കുറിക്കുന്ന അക്ഷരങ്ങൾ. ശത്രുവിനോട് പോലും ആശയപരമായി വിയോജിക്കുമ്പോഴും ഈ പറയുന്ന പൂരത്തെറിക്ക് എനിക്ക് തോന്നുന്നത് ലോകത്ത് അനേക വിമർശനങ്ങൾ വിവിധ ഭാഷകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും മലയാളികളെപ്പോലെ വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജനപദവും ലോക ചരിത്രത്തിലില്ല എന്നാണ്. ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കും. തെറ്റുകൾ വന്നു, മനുഷ്യസഹജമായി വന്നു, തിരുത്താം. പക്ഷെ അത് തിരുത്തുന്നു പോലുമില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങൾ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കും അവർക്കിടയിലും ശത്രുത ഉണ്ടാകും. ഇബ്ലീസ് നിങ്ങൾക്കിടയിൽ ശത്രുതയെ ഇളക്കിവിടും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്തറിയോ? വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയൂ എന്നാണ്. നല്ല വർത്തമാനങ്ങൾ പറയും ജനങ്ങളോട് എന്നാണ് പറയുന്നത്, മുസ്ലിമിനോട് എന്നല്ല. ലോകത്തിലെ ഏത് ജനതയോടും, നമുക്ക് ഏറ്റവും ശത്രുതയുള്ളവനോട് പോലും ഫഖുല്ലഹുമാ ഖൗലൻ കരീമാ എന്നാണ്, മാന്യമായ വാക്ക് പറയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ തിളക്കമാർന്ന വ്യക്തിത്വത്തിൽ പ്രവാചക തിരുമേനിയെ ചീത്ത പറഞ്ഞവർ, നബിയെ അസഭ്യം പറഞ്ഞവർ, തായിഫിൽ നിന്ന് നബി ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞു ആളുകൾ പിന്നാലെ കൂടി ബിലാൽ റളിയല്ലാഹു ഒക്കെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അനാവശ്യമായ ഒരു വാക്ക് തിരിച്ചു പറയാതിരിക്കാൻ എന്തേ അവരെ പ്രേരിപ്പിച്ചത്? ഉറപ്പാണ് നിങ്ങളൊക്കെ വിമർശിക്കുന്ന ഈ ഖുർആനാണ്. കാരണം വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം നമുക്കറിയാം. ഭാര്യമാർക്കിടയിൽ ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യയുടെ മുഖത്ത് അടിക്കാത്തവനാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് പ്രവാചകൻ പറഞ്ഞു. ഭാര്യയെ മർദ്ദിക്കാനല്ല, ഭാര്യയെ കട്ടിലിൽ കെട്ടിയിട്ട് അടിക്കാൻ പറഞ്ഞു എന്ന് ഒരു യുക്തിവാദി പെൺകുട്ടി പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. എന്തിനാ നിങ്ങളിങ്ങനെ ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിൽ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നു, അവർ നിങ്ങളുടെ സഹോദരിമാരാണ്, അവരോട് മാന്യമായി പെരുമാറണം. ഇനി മാത്രമല്ല, ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളേ ഉള്ളൂ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബട്ടൺ റസലിനെ പറ്റി പോലും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ശിഷ്യന്റെ ഭാര്യയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത് എന്ന്. സ്വന്തം ശിഷ്യന്റെ ഭാര്യയെ 3 വർഷം കിടപ്പറയിലേക്ക് ആനയിച്ച വലിയ ചിന്തകൻ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വൃത്തികേട് ചെയ്തൊരു മനുഷ്യനായിരുന്നു ബട്ടൺ റസൽ. പക്ഷേ പ്രവാചക തിരുമേനി
ഭാര്യമാരോട് 9 ഭാര്യമാരുടെ കൂടെ ഒരേ സമയത്ത് അദ്ദേഹം ജീവിച്ചുവല്ലോ. പറയട്ടെ, ഏതെങ്കിലും ഒരു ഭാര്യ വളരെ മോശമായി നബി ഞങ്ങളോട് പെരുമാറി ഇല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ നബിയോട് ചിലതൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എന്ന് തുറന്നവർ സമ്മതിക്കുകയാണ്. അപ്പൊ സ്ത്രീകളോട് റസൂൽ തന്നെ പറഞ്ഞു, ഒരാൾ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്നു, അയാൾ നല്ലോനാണോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്ത് പറഞ്ഞു നല്ല ആളാണ്. നബി പറഞ്ഞു വരട്ടെ, അയാളുടെ ഭാര്യ അയാളെ പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കണം. ഭാര്യയോട് അയാൾ എങ്ങനെ പെരുമാറുന്നു അത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് അലാ ഫൈന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു എന്നാണ്. അപ്പൊ മനസ്സാണ് നന്നാകേണ്ടത്, ഹൃദയമാണ് നന്നാകേണ്ടത്. അത് നന്നായാൽ പ്രകാശമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പഠിപ്പിച്ചു, നിങ്ങളുടെ ഭാര്യമാരിലും ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവ്വുൽ ലക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുതയുണ്ട്. എന്നിട്ട് പറയുന്നതോ, അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കൂ, അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കൂ, അവരോട് നിങ്ങൾ അങ്ങേയറ്റത്തെ ക്ഷമ കാണിക്കൂ എന്നാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതം പൊട്ടിച്ചെറിയാനല്ല. നിങ്ങൾക്കറിയാലോ, ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരൻ, ഗാന്ധിജിയോളം ഭുവന പ്രശസ്തനായി ലിയോ ടോൾസ്റ്റോയ്, അദ്ദേഹത്തിന്റെ 80ാമത്തെ വയസ്സിൽ ഭാര്യയുമായി തർക്കിച്ച് അവസാനം 82 കിലോമീറ്റർ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ മറഞ്ഞു വീണ് മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. ഭാര്യയുമായി പിണങ്ങിയിട്ടാണ് മരിച്ചുപോയത്. എന്നാൽ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ രണ്ടുപേരുടെ ഉമിനീരും ഒന്നു ചേർന്ന് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭാര്യാഭർത്തൃ സ്നേഹത്തിലൂടെയാണ് റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇത് രണ്ടും വ്യത്യാസമില്ലേ സുഹൃത്തുക്കളെ? ആലോചിച്ചു നോക്കൂ. 2 ദിവസം ജീവിച്ച് 2 കൊല്ലം ജീവിച്ച് തമ്മിൽ തെറ്റി 2ഉം 3ഉം 4ഉം വിവാഹങ്ങൾ കഴിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. വലിയ വലിയ ആളുകൾ, ഭുവനപ്രശസ്തരായ ആളുകൾ. എന്നാൽ പ്രവാചകനോ? ഭാര്യമാരോട് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകരെ, ഞാൻ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. ഉമ്മാക്ക് നൽകിയ സ്ഥാനം, സ്വർണ്ണ മെഡൽ ഉമ്മാക്ക്, വെള്ളി മെഡൽ ഉമ്മാക്ക്, വെങ്കലം ഉമ്മാക്ക്, പ്രോത്സാഹനം മാത്രമാണ് ബാപ്പാക്ക്. 4ാമത്താണ് ബാപ്പാന്റെ സ്ഥാനം. 3 തവണയുമുള്ള സ്ഥാനം ഉമ്മാക്കാണ്. പെണ്ണിനെ ആദരിച്ചില്ല എന്നെങ്ങനെ പറയും? എങ്ങനെ പറയും നമ്മൾ? അതുകൊണ്ട് തന്നെ തിളക്കമാർന്ന ജീവിതം നയിക്കുന്ന ഒരാള് അങ്ങേയറ്റത്തെ ക്ഷമാലുവായിരിക്കും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും അങ്ങേയറ്റത്തെ ക്ഷമയോടെ നേരിടുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ ആ തിളക്കമാർന്ന വ്യക്തിയുടെ സാമ്പത്തിക രംഗത്ത് ഒരാൾക്ക് ഒരു ആരോപണം പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന് പണം കൊടുക്കാനുണ്ടായിരുന്നു. ഡേറ്റ് ആകുന്നതിന് മുമ്പ് നബിയുടെ കോളർ പിടിച്ചു വലിച്ചു. നിങ്ങൾ ഖുറൈശികൾ ഇങ്ങനെ മോശക്കാരാണെന്ന് പറഞ്ഞു. പക്ഷേ നബി വളരെ വിവേകത്തോടെ, വളരെ സ്നേഹത്തോടെ, പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കോപാകുലനായി. കോപിച്ച ഉമറിനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ കൂട്ടിക്കൊടുക്കണം. എന്നിട്ട് പറയാണ്, ഉമറേ, നബിയെ താങ്കൾ ജൂതന് കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യത്തിന് കൊടുക്കണമെന്നും ആ ജൂതനോട് അഥവാ അവധിയായെങ്കിലും സാധിച്ചില്ലെങ്കിൽ നീട്ടിക്കൊടുക്കണമെന്നും പറയുകയായിരുന്നു ഉമറേ താങ്കൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുക വഴി ലോകത്തിലെ ഈ നേതാവ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടം നേടുന്നു എന്നതല്ലേ യഥാർത്ഥമായ വസ്തുത? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ശത്രുക്കൾക്ക് പോലും അറിയുന്തോറും സ്നേഹം കൂടുന്ന ഈ മഹാപ്രതിഭാസം എന്തായിരുന്നു? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയെ, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കളുടെ മുമ്പിൽ നിന്ന് അവർ പോയി കളയുമായിരുന്നു. പ്രവാചകന്റെ അനുയായികൾ നബി പറഞ്ഞതനുസരിക്കാതെ ഉഹുദിൽ ശക്തമായ പോരാട്ടമുണ്ടായി. പ്രവാചകന്റെ പല്ല് കൊഴിഞ്ഞുപോയി, പ്രവാചകന്റെ ശരീരത്തിൽ ബ്ലഡ് ഒഴുകി, പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് ആളുകൾ പ്രചരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഭയാനകരമായ മുഹൂർത്തം ഉഹുദിലുണ്ടായി. എന്നിട്ട് പോലും ആ അനുയായികളോട് വളരെ വളരെ മാന്യമായിട്ടാണ് ആ പ്രവാചകൻ പെരുമാറിയത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രവാചകന്റെ കഴുത്തിലെ പുതപ്പ് പിടിച്ചു വലിച്ചു. നിന്റെ സ്വത്തിൽ നിന്ന് എനിക്കും താടാ, ഇതൊക്കെ നിന്റെ ഉപ്പാന്റെ വകയല്ല എന്നുവരെ പറഞ്ഞപ്പോഴും നബി അദ്ദേഹത്തോട് ചിരിച്ചു, മാന്യമ കടക്കടാ പുറത്ത് എന്ന് പറയുകയല്ല നമ്മുടെ പല നേതൃത്വത്തെ പോലെയും, മറിച്ച് മാന്യമായി പെരുമാറുകയാണ് ആ പ്രവാചക തിരുമേനി ചെയ്തത്. ഇനി ജൂതന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ജൂതന്മാരുടെ
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നബിയെയാണ് അവർ സ്വീകരിച്ചത്. മോഡറേറ്ററായിട്ട് സ്വീകരിച്ചത് പ്രവാചകനെയാണ്. മധ്യസ്ഥനായിട്ട് സ്വീകരിച്ചത് ആ പ്രവാചകനെയാണ്. പ്രവാചകനിൽ നിന്ന് ഒരു തരിമ്പും അനീതി കടന്നു വരികയില്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തിളക്കമാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളാകാൻ ആഗ്രഹിക്കുന്ന ഈ മണ്ഡലം വിജ്ഞാനവേദിയിൽ എനിക്ക് നിങ്ങളോട് ഗൗരവമായി പറയാനുള്ളത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ് ഒരു യഥാർത്ഥ തിളക്കമാർന്ന ജീവിതം നയിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് എന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിലും അവളെ കൈ ഞാൻ മുറിക്കും. അപ്പൊ നമ്മൾ നോക്കുക, ഒരു ഇഷ്യൂ ഉണ്ടായി, നബിയുടെ മകളാണ് ആ തെറ്റ് ചെയ്തത്. ആ തെറ്റിന് നബി നഖശികാന്തം എതിർത്താൽ മറുഭാഗത്തു നിന്നൊരു തീവ്രവാദി ഉണ്ടാവുമോ? നല്ലൊരു പോയിന്റാണ് ഈ പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. ഒരാള് അനീതിക്കിരയാക്കപ്പെടുന്നു. ഉദാഹരണം പറയാം, വളരെ മോശമായി സ്ത്രീകളെ അവതരിപ്പിച്ച ആ വ്യക്തിയെ സ്ത്രീകളെ കൈകാര്യം ചെയ്യാൻ അവർ പറയുന്ന കാരണം എന്താ? ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു. കണ്ടോ, ഇങ്ങനെ ഒരു രംഗം ഉണ്ടാകാനുള്ള കാരണം എന്താ? നീതി നിഷേധിക്കപ്പെട്ടു. ഒരു മാസം മുമ്പ് യൂട്യൂബിൽ ഇത്രയേറെ വൃത്തികേടിട്ട് പ്രചരിപ്പിച്ച അയാളെ ശിക്ഷിക്കാൻ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചപ്പോൾ അവർ അതിലൊരു നടപടിയും എടുത്തില്ല. അപ്പൊ നീതി സ്വയം നടപ്പാക്കാൻ തയ്യാറായി. അങ്ങനെ ഇവിടെ എല്ലാരും തയ്യാറാകുകയാണെങ്കിൽ എന്താ അവസ്ഥ? 9 കൊല്ലം ജയിലിട്ടു, ഒരു കുറ്റമില്ലാറിന് പുറത്തുവിട്ട മാഴ്ദനി ഇവിടെ ഉണ്ട്, ശേഷവും ജയിലിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ അനീതിക്കിരയായി എന്ന് വിചാരിച്ച് അയാളെ സ്നേഹിക്കുന്നവരൊക്കെ തെരുവിലിറങ്ങിയ ഇവിടെ എന്താവും? അതുകൂടെ ആലോചിക്കണം, അതുകൂടെ ചിന്തിക്കണം. ലോകത്തെല്ലാ തീവ്രവാദികളും പറയുന്നത് ഞങ്ങൾ അനീതിക്കിരയാകപ്പെട്ടു, ഇനി ഞങ്ങൾ കയ്യിലെടുക്കുന്ന ബാബരി മസ്ജിദ് പൊളിച്ചു, അത് ചെയ്തു, ഗുജറാത്ത് കലാപമുണ്ടായി, മുസ്ലിങ്ങളിൽപ്പെട്ട സ്പിരിറ്റുള്ളവർ പറയുന്ന വാചകാത്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ അധികാരത്തിൽ, ഞങ്ങളിത് കയ്യിലെടുക്കുന്നു, നിയമം കയ്യിലെടുക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പാക്കി. ഇനി നോക്കൂ, നബിയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ് ചരിത്രം പറയുന്നത്. നബിയെ വിശ്വസിച്ചിട്ട് നബി ചതിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച് അമാനത്തേൽപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നബിയെ കൊല്ലാൻ അവർ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞപ്പോൾ പോലും ആ വീട് വളഞ്ഞവരുടെ കൂട്ടത്തിൽ നബിയെ കൊല്ലാൻ വന്നവരുടെ വസ്തു നബിയുടെ അടുത്തുണ്ട്. എന്നിട്ട് പോലും റസൂലുള്ള പറയുന്നതോ, ആ ഹമുക്കിനെ കൊല്ലാൻ വന്ന ഓന്റെ സ്വത്ത് അത് കൊടുക്കരുതിട്ടോ, മിണിങ്ങിക്കോന്നല്ല. മറിച്ച് എന്താ പറയുന്നത്? അലി എന്നെ കൊല്ലാൻ വാളുമായി നിൽക്കുന്ന ആ മനുഷ്യനല്ലേ, അയാൾ ഒരു സ്വത്തിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിട്ടുണ്ട്. അമാനാതി ഇലാഹിലിഹ ഹക്കംതും ബൈനന്നാസ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 54-ാമത്തെ വചനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നീതി നടപ്പാക്കാനാണ് പറയുന്നത്. അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ശത്രു കൊല്ലാൻ വന്നതാണെങ്കിലും അയാളുടെ സ്വത്ത് കൊടുക്കണമെന്ന്. അത്ര സത്യസന്ധത പുലർത്തിയ ഒരു പ്രവാചകന്റെ വ്യക്തിത്വം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത, ഒരാളോടും അനാവശ്യം പറയാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അള്ളാഹുവിനെ കീഴ്പ്പെട്ട, ലോക ചരിത്രം വാഴ്ത്തിയ, ചരിത്രത്തിലെ ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ, ദ 100 ബൈ മൈക്കിൾ ചാർട്ടിൽ പറയുന്നത് ലോകത്തെല്ലാ അർത്ഥത്തിലും മനുഷ്യരെ സ്വാധീനിച്ച വ്യക്തി മുഹമ്മദ് നബിയാണ്. അപ്പോൾ ഇവിടെ തിളക്കമാർന്ന വ്യക്തികളാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒറ്റ ആളേ ഉള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈസാ നബി നല്ല മനുഷ്യനായിരുന്നു, യേശുക്രിസ്തു മഹാനായിരുന്നു. പക്ഷെ അദ്ദേഹം ഭരണം നടത്തിയിട്ടില്ല, ജുഡീഷ്യറി കൈകാര്യം ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. അത് കാണിച്ചെന്ന് റസൂലാണ്. അദ്ദേഹം ഭാര്യമാരുടെ കൂടെ ജീവിച്ചില്ല, ഈസാ നബി അലൈഹി സ്വലാം. മക്കളോട് എങ്ങനെ പെരുമാറി, ഈസാ നബിയുടെ ചരിത്രത്തിൽ എവിടെയില്ല. നേരെ മറിച്ച് മുഹമ്മദ് നബി ഇതൊക്കെ കാണിച്ചു തന്നു. അപ്പൊ സമ്പൂർണമായ മാതൃക, തിളക്കമാർന്ന മാതൃക ആ പ്രവാചകനിലാണ്. ഞാൻ ഈ വിജ്ഞാനവേദിയിൽ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നത്, ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുകയും ഇത് മറ്റുള്ളവർ കേൾക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യും വേണം. അതോടൊപ്പം ഈ തിളക്കമാർന്ന ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റ വഴി ചെയ്താൽ മതി. മുഹമ്മദ് നബിയെ ഓതന്റിക്കായ പ്രമാണങ്ങളിലൂടെ പഠിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച പോലെ ജീവിച്ചാൽ എല്ലാവർക്കും പ്രശംസിക്കപ്പെടാൻ മാത്രം പോകുന്ന നല്ലൊരു വ്യക്തിത്വം നമുക്കുണ്ടാകും. അതിന് ഉപകരിക്കുന്നതാകട്ടെ ഈ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് എല്ലാ നന്മക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈരവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.